എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ എന്നത്തെയും പോലെ അവർ ഒരുമിച്ചുള്ള അവരുടെ സ്കൂൾ ലൈഫ് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവരിങ്ങനെ ഒരുമിച്ച് നടക്കുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളൊരു ഗോസിപ്പ് അവിടെ സ്കൂളിലാകെ പരന്നിട്ടുണ്ട്. ഗോസിപ്പ് പരക്കാനാണോ പ്രയാസം? ഇവിടെ ഒരു ടീം അവളെ പറ്റി പറയുകയാണ്. അതിലൊരു പയ്യൻ പറയുന്നുണ്ട്, ഫസ്റ്റ് ഡേ അവർ ലേറ്റായി വരുന്നത് തന്നെ അവർ ഒരുമിച്ച് നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ കയ്യും പിടിച്ച് നടക്കുകയായിരുന്നു, ഞാൻ കണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിൽ വേറൊരുത്തൻ പറയുന്നുണ്ട്, അവർ ഇവിടെ മാത്രമല്ല മിഡിൽ സ്കൂളിലും അവർ ഒരുമിച്ചാണ് പഠിച്ചത്, അപ്പം മുതലേ അവർ റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ ഇങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അതെല്ലാം ഇവിടെ ഇഫാനി കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അവളെ കണ്ടതും അവർ പെട്ടെന്ന് അങ്ങോട്ട് നിർത്തും. പക്ഷേ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ നടന്നു വരികയാണ്. എന്നാൽ ഇവിടെ ഞാനും അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവളുടെ പിന്നാലെ വന്നിട്ട്, നീ എന്താ അത് കേട്ടിട്ട് അതിന് എതിരൊന്നും പറയാത്തത്? നിന്നെ പറ്റിയാണല്ലോ അവരിങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ അവൾ പറയും, നമ്മളത് തിരുത്തിയെന്ന് വെച്ചിട്ട് ഒരു കാര്യവുമില്ല, അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലിവന് ചോദിക്കും, അപ്പോൾ നീ സമ്മതിക്കുകയാണോ? അവർ പറയുന്നതൊക്കെ നീ സമ്മതിക്കുന്നത് പോലെ ആകട്ടോ, എനിക്ക് നിന്നോട് ക്രഷ് ഉണ്ടെന്നും നമ്മൾ റിലേഷൻഷിപ്പിലാണെന്നും ഒക്കെ സമ്മതിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നു. അപ്പോഴും ഇവൾ അതിനൊരു മറുപടി പറയാതെ ഇവൾ പറയുന്നത്, നമുക്ക് അടുത്ത പീരീഡ് പി അല്ലേ, അപ്പോൾ അതിൻ്റെ യൂണിഫോം ഇടണ്ടേ എന്ന് പറയുന്നു. ശേഷം അവളുടെ പി പീരീഡ് ആയിട്ടുള്ളതിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവളുടെ പിന്നാലെയാണ് ഞാൻ ഓടുന്നത്. ഇവൾ സ്ലോ ആക്കുമ്പോൾ അവനും സ്ലോ ആക്കുന്നു, ഇവൾ ഫാസ്റ്റിൽ ഓടുമ്പോൾ അവനും ഫാസ്റ്റിലാക്കുന്നു. അതിൽ ഇവൾ ചോദിക്കും, നീ എന്താ എന്നെ സീക്രട്ടായിട്ട് ഫോളോ ചെയ്യുകയാണോ? അതിൽ അവൻ പറയും, ഞാൻ സീക്രട്ടായിട്ടൊന്നുമല്ലല്ലോ, പബ്ലിക്കായിട്ടാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നതെന്ന്. പിന്നെ അവർ തമ്മിൽ ഒരു ചെറിയ ഓട്ടമത്സര കളികളൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സീനാണ്. അതിൽ ഇവൻ പറയുന്നുണ്ട്, നിൻ്റെ ഷൂലേസ് അഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കെട്ടിത്തരാമെന്നൊക്കെ പറയുമ്പോൾ ഇവൾ അത് കേൾക്കാൻ കൂട്ടാക്കാതെ വേഗം അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. നല്ലൊരു അടിപൊളി സീൻ തന്നെയാണത്. ഇനി ആ ഒരു സീന് കാണിച്ചുകൊണ്ട് വീണ്ടും 8 വർഷത്തിന് ശേഷമുള്ള അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സീന് കാണാം. ഇനി ഇഫാന് അവളുടെ പുതിയ റൂമിലോട്ട് ഞാൻ റൂംമേറ്റൊക്കെ ആയിട്ട് വന്നല്ലോ. അങ്ങനെ അവരുടെ ആദ്യത്തെ ദിവസം ഇവൾ പുറത്ത് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വരികയാണ്. എന്നാൽ അപ്പോഴാണ് അവളുടെ വീട്ടിലോട്ട് ഒരുപാട് പേര് പല പല ഫേർണിച്ചറും കൊടുന്ന് ഇറക്കുന്നത് കാണുന്നത്. അവൾ ഇതെന്തപ്പ എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കാര്യം ഞാനോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് കുറച്ച് ഫേർണിച്ചറിൻ്റെ ആവശ്യമുണ്ട്, ഇവിടെ ഞാൻ ഫില്ല് ചെയ്യുകയാണ് എന്ന് പറയുന്നു. അതിൽ ഇവൾ പറയും, ഇത്ര അധികമോ? എന്തായാലും അവൾ അവളുടെ റൂമിൽ പോയിരിക്കും, അവിടെ അവളുടെ റൂമാണല്ലോ, അവിടെ ഈ ഫേർണിച്ചറൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും അവളിങ്ങനെ നിൽക്കുമ്പോഴാണ് അവളുടെ റൂമിലോട്ട് ഒരു കാര്യം വരുന്നത്. അതിൽ ഇവൾ പെട്ടെന്ന് പറയും, ഈ റൂമല്ല അപ്പുറത്തെ റൂമാണെന്ന് പറയുമ്പോൾ അവർ പറയും, അല്ല നിൻ്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞത് ഇത് ഇവിടെയാണ് വെക്കേണ്ടതെന്നാണ്. എന്നാൽ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഒന്ന് ഷോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അത് ആക്ച്വലി അവൻ ഇവൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇവളുടെ പൂച്ചയ്ക്കും വേണ്ടിയിട്ട് കുറച്ച് ഒരു ടോയ്കളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പൂച്ചയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയും, അതിന് റീസൺ ഞാൻ ഇത്രയും അധികം ഫേർണിച്ചർ വാങ്ങിയപ്പോൾ ഇതെനിക്ക് ഡിസ്കൗണ്ടിൽ കിട്ടിയതാണെന്ന് പറഞ്ഞ് അവൾ കൺവിൻസ് ചെയ്തുകൊണ്ടാണ് അവിടെ വെക്കുന്നത്. ഏതായാലും അവളുടെ പൂച്ചനെ അതൊക്കെ വെച്ച് അങ്ങനെ കളിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാം ശാന്തമായി ശേഷം ഇവിടെ അവനിങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് അവൾക്കൊരു മെസ്സേജ് വരുന്നത്. ആക്ച്വലി ഇവളുടെ റൂമിന് വേണ്ടിയിട്ട് ഒരു മാസം അവൾ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പ്രാവശ്യത്തെ അവളുടെ അയച്ച തുകതിനേക്കാളും ചിലവ് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ ബാക്കി തുക തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പോർഷൻ അവളതും കുറച്ച് പോർഷൻ ഞാൻ്റെതുമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൻ്റെ ബാക്കി അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. ഞാൻ പെട്ടെന്നൊരു ക്യാഷ് വന്നത് കണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് റിപ്ലൈ കൊടുക്കും. അതിൽ അവൾ പറയുന്നത് നമ്മുടെ ഡെപ്പോസിറ്റിൻ്റെ ബാക്കിയാണ്. എന്നിട്ട് കൂട്ട ഒരു ഫോട്ടോയും കൂടി അവൾ അയക്കും, അവരുടെ ഈ ഒരു മാസത്തിലെ ചിലവുകളെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ ആണല്ലോ, അതിൻ്റെ ബാക്കിയാണല്ലോ ഇവിടെ ഞാൻ അയച്ചത്. എന്നാൽ അവൾ കാൽക്കുലേറ്റ് ചെയ്തത് അത് വളരെ തെറ്റാണ്. അതായത് ഇവൾ പണ്ടേ മാത്തമാറ്റിക്സിൽ വളരെ ബാക്കിലാണ്. ഇവൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും അതിന് തെറ്റായിട്ടുള്ള ആൻസർ മാത്രമേ കിട്ടുള്ളൂ. അത് സ്കൂൾ ടൈമിൽ മുതലേ ഞാൻ അറിയാം. ഞാൻ വീണ്ടും അവളോട് പറയും, നീ ഒന്നുകൂടെ ചെക്ക് ചെയ്യേ, അപ്പോൾ നിനക്ക് കറക്റ്റ് ആൻസർ കിട്ടുമെന്ന്. അതിൽ പിന്നെ അവൾ ഓരോന്നായിട്ട് ഇങ്ങനെ കൂട്ടാൻ നോക്കിയപ്പോൾ അവൾ തെറ്റായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് അയച്ചു കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അതിൽ പിന്നെ അവൾക്ക് ഭയങ്കര ഷെയിമായി. കാരണം സ്കൂൾ ലൈഫിലുള്ള അതേ മിസ്റ്റേക്ക് അവൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അവൻ അറിഞ്ഞല്ലോ. പിന്നെ അവൾക്ക് ആകെ കൂടി ഇനി അവനെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന രീതിയിലൊക്കെ അവൾ ആകെ ഷെയിം അടിച്ച് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇഫാൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സീന് കണ്ടാലോ. അവൾ നല്ല ലേറ്റ് ആയിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്, അതും ഒരു ഫോൺ കോൾ കേട്ടിട്ട്. അവൾ ആ ഫോൺ എവിടെയാണെന്നൊന്നും അവൾക്കൊരു പരിസരബോധമില്ലാതെ അവൾ അത് എടുക്കുകയാണ്. എന്നിട്ട് അമ്മയാണ് വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് അമ്മയോട് ചോദിക്കും, എന്തേ ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന്. അതിൽ അമ്മ പറയും, ബ്രേക്ക്ഫാസ്റ്റോ? നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? എത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, നീ ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ വഴക്ക് പറയുമ്പോഴാണ് അവൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചുറ്റും നോക്കുന്നത്. അവൾ നല്ല ഡ്രസ്സൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. കൂടെ നമ്മുടെ ഹോനുമുണ്ട്. അതിൽ ഇവൾ അലമുറയിട്ട് കരയുന്നു. അതിൽ ഹോനും ഞെട്ടി എഴുന്നേറ്റ് അവൻക്കും അപ്പോഴാണ് ബോധമുണ്ടായത്. ഇവർക്ക് രണ്ടുപേർക്കും ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് എന്ന് പോലും ഓർമ്മയില്ല. അങ്ങനെ ഓർത്തെടുക്കുമ്പോഴാണ് ഈ ഹോൻ ഇന്നലെ ബ്രേക്കപ്പ് ആയല്ലോ, അതിൻ്റെ സങ്കടത്തിൽ കുടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾ വന്ന് സമാധാനിപ്പിക്കുന്നത്. ഇവൾ ആക്ച്വലി പഴയ സ്കൂൾ മേറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ ഇവന് ഇങ്ങനെ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ട് പോകാൻ തോന്നിയില്ല. അപ്പോൾ വെറുതെ സമാധാനിപ്പിക്കും.
സമാധാനിപ്പിക്കാൻ വന്നതാണ്. പിന്നെ അവർ കുടിച്ച് ഫിറ്റായി അവർ ബോധമില്ലാതെ ഇതേ വീട്ടിൽ ഇതേ റൂമിൽ വന്ന് അങ്ങനെ ഒരുമിച്ച് കിടക്കുന്നു. പിന്നെ അവർ ആ ബോധം വന്നപ്പോൾ ആകെ കൂടി ഷെയിമായിട്ട് എങ്ങനെയൊക്കെയോ അവരുടെ ഡ്രസ്സും എല്ലാം തപ്പിയെടുക്കുന്നു. എന്നിട്ട് ഇവളൊന്ന് സംശയിച്ചുകൊണ്ട് ചോദിക്കും, നമ്മൾ ഇന്നലെ രാത്രി ഒന്നും നടന്നിട്ടില്ലല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് പറയും, ഒന്നും നടന്നിട്ടില്ല എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവർ ആരെടുത്താണ് ഈ തെറ്റ് എന്ന് അറിയണം. അതായത് ഇവൻ ഇവളെ വലിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണോ അതോ ഇവൾ സ്വമേധ വന്നതാണോ എന്ന് അറിയണം. ബോധമില്ലായിരുന്നല്ലോ ഇന്നലെ രാത്രി. അതുകൊണ്ട് തന്നെ CCTVയുടെ സഹായം തേടുകയാണ്. അങ്ങനെ നോക്കുമ്പോഴോ ഇവർ നല്ല കളിച്ച് ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് വരുന്നത്. അതിൽ ഇതൊക്കെ കണ്ട ആ CCTV ഓപ്പറേറ്റുകാരൻ പറയും, എനിക്ക് തോന്നുന്നത് രണ്ടുപേർക്കും മിസ്റ്റേക്ക് ഉണ്ടെന്നാ. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇയാൾ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇതിന് കുറ്റക്കാരനാണെന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവർക്ക് പറ്റിയ അബദ്ധം മനസ്സിലായിട്ട് പിന്നെ അവർ ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ഇനി അതും വെച്ചിട്ട് ഇങ്ങനെ ബ്ലെയിം ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവൾക്ക് ഒരു മെസ്സേജ് വരുന്നത്. അതായത് ഇവളുടെ ഒരു ബെസ്റ്റി ഉണ്ട്, ഇവന് പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തോട്ട് പോയതാണ്. അവൻ ഇപ്പോൾ ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവന് എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ. നീ എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾക്ക് ബോധം വന്നത്. ശരിയാ, അവൻ ഇന്നാണല്ലോ വരുന്നത്, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി അതേസമയം ഇവിടെ യാനും ഇഫാനും അവർക്ക് പുതിയ ഫേർണിച്ചറും കാര്യങ്ങളെല്ലാം വന്ന് അതെല്ലാം ഇവിടെ യാന് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ ആ ഒരു പഴയ ബോക്സ് അവന് അത് കാണുന്നു. അതിങ്ങനെ തുറക്കാൻ നിൽക്കുമ്പോഴാണ് ഇഫാൻ അതിലൂടെ പോകുന്നത് കാണുന്നു. പെട്ടെന്ന് അവൻ അതങ്ങോട്ട് ഹൈഡ് ചെയ്യുന്നു. പിന്നെ അവൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ അവൻ അറേഞ്ച് ചെയ്യുകയാണ്. ഒരു കോഫി പാക്കറ്റൊക്കെ ഇഫാൻ അവൾ ഓഫറിൽ വരുന്ന ഏതെങ്കിലും ഒരു കമ്പനി അങ്ങനെയൊക്കെയാണ് മേടിച്ച് വെച്ചിരുന്നത്. എന്നാൽ ഞാനത് വന്നിട്ട് അവന് ആ പഴയ ക്വാളിറ്റി കുറഞ്ഞ കോഫി പൗഡർ എല്ലാം കളഞ്ഞിട്ട് അവന് മേടിച്ച നല്ല ബ്രാൻഡഡ് കോഫി പൗഡർ എല്ലാം കൊണ്ട് ആ ഒരു കിച്ചൺ സെറ്റ് ചെയ്യുകയാണ്. ഇനി അതിൻ്റെ ഇടക്കാണ് ഇവിടെ ഇഫാനെ അവൾക്കൊരു കോള് വരുന്നത്, അതും വീഡിയോ കോള്, സർപ്രൈസ് എന്നും പറഞ്ഞുകൊണ്ട്. ആക്ച്വലി ഇവളുടെയും ഫ്രണ്ടാണ് ഈ വരുന്ന പയ്യൻ. ഇവര് KG കിൻഡർ ഗാർഡൻ മുതൽ ഒരുമിച്ച് പഠിച്ചതാണ്. എന്നാൽ യാൻ്റെ കൂടെ എത്തിയപ്പോഴേക്കും ഇഫാന് മാത്രം ഒരു ക്ലാസ്സിലും മറ്റ് രണ്ടുപേരും വേറൊരു ക്ലാസ്സിലും പെട്ടു. അങ്ങനെയാണ് ഇവള് സെപ്പറേറ്റ് ആയത്. ഏതായാലും സെയിം സ്കൂൾ തന്നെയാണ്, എല്ലാവരും ഒരുമിച്ച് പഠിച്ച് അങ്ങനെ വളർന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ്, ഒറ്റക്കെട്ടാണ്. അതിൽ ഇഫാൻ ഇവരെ കണ്ടിട്ട് നീ എപ്പോഴാണ് ലാൻഡ് ചെയ്തത് എന്നൊക്കെ ചോദിക്കും. ആക്ച്വലി ഇവളോട് പറഞ്ഞിട്ടുണ്ട് അവന് വരാനുള്ള പ്ലാൻ ഉണ്ടെന്നൊക്കെ. എന്നാൽ ഇഫാന് അത് തിരക്കിൻ്റെ ഇടയിൽ മറന്നു പോയതാണ്. ശേഷം ആ ഇഫാൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിനക്ക് പുതിയ റൂംമേറ്റിനെയാണ് ഞാൻ കൊണ്ടുവരുന്നത്, ഇവൻക്ക് താമസിക്കാൻ ഇതുവരെ ഒരു ഇടം റെഡി ആയിട്ടില്ല. അപ്പോൾ ഇവൻ പോകുന്നത് വരെ നിൻ്റെ കൂടെ ഒരു റൂംമേറ്റ് ഉണ്ടാകും. പിന്നെ മാത്രമല്ല നീ ഒരു റൂംമേറ്റിനെ തപ്പുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം ഇവിടെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അവനക്ക് ഭയങ്കര ദേഷ്യവും വരുന്നുണ്ട്. അതിൽ ഇഫാൻ ഒന്ന് മടിച്ചുകൊണ്ട് പറയും, ആക്ച്വലി എനിക്ക് റൂംമേറ്റിനെ കിട്ടിയിട്ടുണ്ട്, ഞാനത് പറയാൻ മറന്നു. അതിൽ ഇഫാൻ്റെ ഫ്രണ്ട് അത് ആരാ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ പെട്ടെന്ന് ആ ഒരു ഡയലോഗ് അവിടെ മുറിച്ചിട്ടിട്ട് പറയും, നിങ്ങൾ എപ്പോഴും എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്, എനിക്ക് കമ്മിങ് തേഴ്സ്ഡേ ആണ് ലീവ്, അന്ന് വരുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇവർ അന്ന് ഒരു ഗെറ്റ് ടുഗദറൊക്കെ പോലെ ഒരു പ്ലാനിങ് ചെയ്യുകയാണ്. ശേഷം അവൾ ഫോൺ വെച്ചതിന് ശേഷം ഇവിടെ ഞാൻ അവളോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ പുറത്ത് പോകാനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ടോയെന്ന്. അതിൽ ഇവൻക്ക് ആ ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യണം, ഇതാരാണെന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഇഫാൻ പറയും, അതെ ആക്ച്വലി നിനക്കും അറിയുമായിരിക്കും ഇവനെ, നമ്മുടെ സെയിം സ്കൂളിൽ തന്നെയായിരുന്നു, പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്, ഒരുമിച്ച് അവരായിരുന്നു, നീ കണ്ടിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവളിങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇവൻ പെട്ടെന്ന് പറയും, എനിക്ക് ഓർമ്മയില്ല, എനിക്കതൊന്നും ആലോചിക്കാൻ സമയമില്ല എന്നൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ പറയുന്നു. അത് കേട്ട് ഇവളെ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവളും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ശേഷം ഇവൻ അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുകയാണല്ലേ, എന്നാൽ നിങ്ങൾക്ക് പുതിയ സ്പോട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കഫേയിലോട്ട് വന്നൂടെ. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കഫേ ഇപ്പോൾ നഷ്ടത്തിലാണ് പോകുന്നതെന്ന്, അപ്പോൾ എനിക്ക് കസ്റ്റമേഴ്സിനെ കുറച്ച് കൂടുതൽ കിട്ടണമെന്നുണ്ട്, നീ അതിന് സഹായിക്കുമെന്ന് ചോദിക്കും. ശേഷം ഇവൻ പറയും, ഞാൻ നിനക്ക് നല്ല ഡിസ്കൗണ്ട് തരാമെന്ന്. എന്നാൽ ഇവൾ ആദ്യം അതിന് സമ്മതമല്ല എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഡിസ്കൗണ്ട് എന്ന് കേട്ടപ്പോൾ ഇവൾ ഒന്ന് ചാഞ്ഞു. എന്നിട്ട് എത്രയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് 1% എന്ന് പറയുന്നു. അതിലിവൾ ഞെട്ടിപ്പോയി, 1% ഒക്കെ ഒരു ഡിസ്കൗണ്ട് ആണോ? എന്നിട്ട് ഇവൾ അതിന് ഇങ്ങനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവന് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട്, അപ്പോൾ തേഴ്സ്ഡേ മറക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സീറ്റ് ബുക്ക് ചെയ്തിടും എന്നും പറഞ്ഞുകൊണ്ട് അവൻ വേഗം അവൻ്റെ റൂമിൽ പോയി കഥ കിടക്കുന്നു. ഇനി അന്ന് ഓഫീസിലെത്തിയിട്ടും ഇഫാന് ആ ഒരു 1%ൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ആ കഫേയിലിട്ട് ഇവരെ കൊണ്ടുപോകുമ്പോൾ ഇവരോട് അത് അവിടെ നിന്ന് നല്ല ഡിസ്കൗണ്ട് കിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണമല്ലോ. പക്ഷേ 1% പറഞ്ഞാൽ അവർ വരുമോ എന്നൊക്കെ ഇങ്ങനെ രീതിയിൽ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ അവളുടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ അയാൾ വന്നിട്ട് ഇവളെ ഇങ്ങനെ തനിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അയാൾ ജസ്റ്റ് ഒന്ന് മുട്ടാൻ വേണ്ടി വരികയാണ്. ഒരു കോഫിയും കൊണ്ടൊക്കെ വന്നിട്ട് ഇവളോട് അടുത്തിരിക്കുന്നു. എന്നാൽ ഇവളോട് ഓരോ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവളിങ്ങനെ പിടിക്കുകയും തൊടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കും. അതിൽ ആ കോഫിയും എല്ലാം തട്ടിപ്പോകും. എന്നിട്ട് പറയും, ഞാനത് തുടക്കാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഇവിടെ കുറച്ച് പേര് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവൾ ഇപ്പോൾ ആരുമില്ലാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇവളുടെ തന്നെ കൊളീഗായിട്ടുള്ള ആ ഫ്രണ്ട് വരുന്നത്.
പറയുന്നത്. എന്നിട്ട് അവൾ ആക്ച്വലി ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, നീ എന്താ അവൻ അങ്ങനെ ചെയ്തിട്ട് പ്രതികരിക്കാതിരുന്നത്, അവന് അതൊരു തഴക്കമാകൂലേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. ശേഷം ഇവൾ പറയും, നിന്നെപ്പറ്റി ആക്ച്വലി ഒരു ഗോസിപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. നീ പണ്ട് ഇതേപോലൊരു ചാനൽ കമ്പനിയിലായിരുന്നല്ലോ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നിനക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, നീ ബ്ലാക്ക് ലിസ്റ്റിലായിട്ടുണ്ട്, പിന്നെ നീ അത് മറച്ചു വെച്ചിട്ടാണ് ഈ കമ്പനിയിൽ വർക്കിന് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ പറയുന്നവർക്ക് എന്തും പറയാലോ, ഞാനിപ്പോൾ അത് തിരുത്താൻ നിന്നാലും അവരതേ തുടരുള്ളൂ. എന്നിട്ട് അവൾ ആ കഥ പറയുകയാണ്. ആക്ച്വലി ഇവൾ പഴയ ഒരു കമ്പനിയിൽ, അതും ഒരു ന്യൂസ് ചാനൽ കമ്പനിയിൽ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഇവളുടെ ഒരു സീനിയർ ഇതുപോലെ ഇവളെ ഉപദ്രവിക്കാൻ നിന്നിരുന്നു. എന്നിട്ട് ഇവളെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവളുടെ ആ ഒരു പ്രൊമോഷനൊക്കെ കൈകാര്യം ആക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ ഇവൾ അന്ന് ഭയങ്കരമായിട്ട് അയാളോട് പൊട്ടിത്തെറിച്ചിരുന്നു. മാത്രവുമല്ല ഇവൾക്ക് ഇങ്ങനെ അവൻ തനിയെ ഇരിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളും എല്ലാം അയച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ അയാളുടെ ഭാര്യ കണ്ടിട്ട് ഒരിക്കൽ നേരെ ഇവളുടെ കമ്പനിയിലോട്ട് കയറി വന്നിട്ട് ഇവൾ അങ്ങോട്ട് മുഖത്തടിക്കും. ഇവൻ്റെ കൂടെ അങ്ങോട്ട് പോയതാണ് എന്ന രീതിയിൽ. എന്നാൽ ഇവളുടെ അടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവൾക്ക് മനസ്സിലായത് കാര്യം ഇതാണെന്ന്. എന്നാൽ എല്ലാവരുടെ ഇടയിലാണല്ലോ അവൾ അടിച്ചത്. അവൾക്ക് ഭയങ്കര വിഷമമാകും. എന്നാലും അവൾ പറഞ്ഞ് ഞാൻ തെറ്റുകാരിയല്ല എന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അയാൾ അയച്ച മെസ്സേജുകളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിൽ അവൾ പറയുന്നത് അയാൾ അങ്ങനെ അയക്കുന്ന ഒരാളല്ല, നീ അയാളെ പിന്നാലെ നടത്തിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇവളെ അങ്ങോട്ട് തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത്. അവൾക്ക് അതൊക്കെ കേട്ടിട്ട് ഭയങ്കര വിഷമം തോന്നും. കാരണം ഇത്രയും വലിയ തെളിവുകളൊക്കെ കൊടുത്തിട്ടും അവളെ മാത്രമാണല്ലോ കുറ്റപ്പെടുത്തുന്നത്. പിന്നെ ആ ഒരു ഭയങ്കര ഇഷ്യൂ ആയിട്ട് അവളുടെ സീനിയർ ആയിട്ടുള്ള ടോപ്പ് ലെവലിലുള്ള സീനിയർ വരെ അറിഞ്ഞു. എന്നാൽ ഇയാളാണ് ഇവളെക്കാളും ആ കമ്പനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ശേഷം ഇവൾ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ ഇവളെ പേര് ആഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇവളുടെ ആ ഒരു കരിയർ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇവളുടെ പഴയ ജോലി പോയിട്ടുള്ളത്. അതിനുശേഷം ഇവൾ എന്ത് തന്നെ ഉണ്ടായാലും തൻ്റെ ഭാഗത്താണ് കുറ്റം എന്ന രീതിയിൽ അവളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോകാറാണ്. ആരെയും അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്നിട്ട് വീണ്ടും ഇവളുടെ വർക്കിലോട്ട് തന്നെ പോവുകയാണ്. എനിക്കൊരു ഇൻ്റർവ്യൂ എടുക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോകും. അതിൽ ഈ ഫ്രണ്ട് ഇവളെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്നും പ്രതികരിക്കാത്തതിൽ അവൾക്ക് ഭയങ്കര ഒരു വിഷമം തോന്നുന്നു. അങ്ങനെ ഇവൾ നേരെ ഒരു ആക്സിഡൻറ്റ് കേസ്, ആക്ച്വലി ആക്സിഡൻ്റ് അല്ല, ഇയാളുടെ ഒരു ചെറിയ മകളെ കുറച്ച് പേര് ഉപദ്രവിക്കാൻ നോക്കി. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ചെയ്ത ഇവളുടെ അച്ഛനെ എല്ലാവരും കൂടി, ആ പയ്യന്മാരെല്ലാവരും കൂടി അടിച്ച് ചതച്ച് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കേസ് ഇവളാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവളിങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഇവൾ മറ്റൊരു പെൺകുട്ടിനെ കാണുന്നത്. ആ പെൺകുട്ടി മറ്റാരുമല്ല, ഇവളുടെ അമ്മയുടെ രണ്ടാം കെട്ടിലുള്ള മോളാണ്. അതായത് ആ അച്ഛനക്ക് ആദ്യത്തിലുണ്ടായ മകള്. അപ്പോൾ ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ എന്ന് പറയും. അവൾ ഇവളെ കണ്ടിട്ട് ഇവളുടെ അടുത്തോട്ട് വന്നിട്ട്, നീ ഇപ്പോൾ ഇങ്ങോട്ട് മാറിയോ? ആക്ച്വലി ഇഫാന് ഇവളുടെ ഈ ഒരു നാട്ടിലുള്ള എല്ലാവരോടുള്ള ബന്ധങ്ങൾ അവൾക്ക് എപ്പോഴും ഇതെല്ലാം ഒരു ദുസ്വപ്നം പോലെയാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്നെല്ലാം മാറാൻ വേണ്ടിയിട്ട് അവൾ ദൂരെ, അവൾ പഠിച്ച ഒരു സ്ഥലത്ത് അവിടെ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ അവളെ ഇവിടെ വെച്ച് കാണുകയാണ്. എന്നിട്ട് ഇവളെ കണ്ട ആ ഒരു രീതിയിൽ ഭയങ്കര, എന്നാൽ ഇവർ തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. പണ്ട് ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് വഴിയെ പറഞ്ഞു തരാം. എന്നിട്ട് ഏതായാലും ഇവൾ വന്നിട്ട് ഒന്ന് ആക്കിക്കൊണ്ട് സംസാരിക്കും. നീ ഈ നാട്ടിലോട്ട് വരില്ലെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അവസാനം ഇനി ഇവിടെ എത്തിയല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ അവളെങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അവൾ അതിൽ നിന്നെല്ലാം ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടാണ് സംസാരിച്ചു പോകുന്നത്. ശേഷം ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ആക്ച്വലി നമ്മൾ ചെറുപ്പത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് എന്ന രീതിയിൽ നിന്നൂടെ, പിന്നെ നമുക്കൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അതിലോട്ട് നീ ആഡ് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ ഇഫാൻ അതിനൊന്നും താല്പര്യമില്ല. എന്നാൽ ഈ ഒരു സിസ്റ്റർ അവളുടെ സമ്മതമില്ലാതെ തന്നെ അവളുടെ ആ ഒരു ഫാമിലി ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയാണ്. അങ്ങനെ പുറത്തെത്തിയപ്പോൾ നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്കത് കണ്ടപ്പോൾ അവളുടെ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവൾ കുഞ്ഞായിരുന്ന സമയത്ത് അവളുടെ ഫസ്റ്റ് സ്നോ അതെല്ലാം അവളുടെ അച്ഛനുമായിട്ടായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇങ്ങനെ നല്ലോണം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനാണെങ്കിൽ ഇവളെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇവളെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ടെൻഷനുമുണ്ട്. ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവൾ വരുന്നത്. എന്നാൽ ഇവനിങ്ങനെ അപ്പോൾ ഭയങ്കര ഗൗരവത്തിൽ ഭയങ്കര ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവളെ കണ്ടിട്ട് ഇവളോട് പറയും, അല്ല നീ ഇത് എന്നും ലേറ്റ് ആകാനുള്ള പരിപാടിയാണോ, ബാക്കിയുള്ളവർക്ക് ഇവിടെ ഉറങ്ങണ്ടേ? അതിൽ ഇഫാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, എൻ്റേത് ഒരു ഇറഗുലർ ടൈമിംഗ് ജോബാണ്, എനിക്ക് ചിലപ്പോൾ രാത്രി ആയിരിക്കും വർക്ക്, അത് എൻ്റേതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഞാൻ പറയും, എന്നാൽ ഓക്കെ, എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് നല്ല സമാധാനത്തിൽ ഉറങ്ങണം, എൻ്റെ കൂടെയുള്ള ആൾ ഇങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുക, പിന്നെ അവൾ എവിടെയെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ വറീഡാകുക, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്തേക്ക്, 10 മണിക്ക് മുന്നേ എനിക്ക് മെസ്സേജ് അയക്കണം, നീ വരാൻ ലേറ്റ് ആകുമോ, അല്ലെങ്കിൽ ഏകദേശം എത്ര മണിക്ക് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ അറിയിക്കണം, എനിക്ക് എൻ്റെ ഉറക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ അവനൊരു സെൽഫ് ആയിട്ട് രീതിയിൽ അങ്ങനെ സംസാരിക്കുകയാണ്. ആക്ച്വലി ഇവനിക്ക് ടെൻഷനാണ്, ഇവൾ എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചിട്ട്. എന്നാൽ അത് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവൻ്റെ വർക്കിൻ്റെ ടൈമൊക്കെ കറക്റ്റ് ആക്കാനാണ്
എങ്ങനെയാണ് എന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ അവരിങ്ങനെ തീരുമാനിച്ച് അങ്ങനെ വരുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് വാഷ്റൂം തുറന്നുകൊണ്ട് ഒരുത്തൻ പുറത്തോട്ട് വരുന്നത്. അത് കണ്ട് ഇഫാൻ ആകെ ഞെട്ടിപ്പോയി. അത് ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ പറയുകയും ചെയ്യും എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ. അതിൽ ഇവർ തമ്മിൽ വേറെ ഒരു കണ്ടീഷനുണ്ട്. ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ആളോട് പെർമിഷൻ വാങ്ങിച്ചിട്ടേ വരാൻ പാടുള്ളൂ എന്ന്. ആ ഒരു നിയമം ഇവിടെ ഇവൻ തെറ്റിച്ചിരിക്കുകയാണ്. അതിൽ ഞാനെ നല്ല ബ്ലെയിം ചെയ്യും. എന്നാൽ ഇവൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഇവൻക്ക് ആക്ച്വലി ഒരുപാട് പേര് ഇവളോട് ഈ ഒരു ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിൽ മറ്റൊരു റിലേഷൻഷിപ്പാണ്. എപ്പോഴും ഇവർ കോളേജ് ടൈമിൽ ഒരുമിച്ചായിരിക്കും, എല്ലാ കാര്യങ്ങളും ഒരുമിച്ചായിരിക്കും. അപ്പോൾ മറ്റൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് എന്ന രീതിയിൽ ഒരുപാട് പേര് ഇവളോട് പറഞ്ഞിട്ടുണ്ടാകും. അത് ഇവൾക്ക് പെട്ടെന്ന് ഓർമ്മയാകുന്നു. അപ്പോൾ എൻജോയ് യുവർ ടൈം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വേഗം കിടക്കാൻ വേണ്ടി പോകും, ഇവരെ തനിച്ചാക്കിക്കൊണ്ട്. എന്നാൽ ഇവൾ പോയതിന് ശേഷം ഞാൻ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് അവൾ വരുന്നതിന് മുന്നേ ഇവിടുന്ന് പോകാൻ, അപ്പോൾ നീ അതും ഇതും പറഞ്ഞുകൊണ്ട് ലേറ്റായി എന്നൊക്കെ പറയുന്നു. ശേഷം അവളുടെ ആ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ഉണ്ടല്ലോ, അത് വീണ്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവൾ ഞാൻ്റെ കഫേയിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞ ആ ഒരു ഓഫറില്ലേ അത് ഇവരോട് പറയുകയാണ്. ഞാൻ ആക്ച്വലി നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അവന് ഡിസ്കൗണ്ട് തരും. എന്നാൽ ഡിസ്കൗണ്ട് 1% ആണെന്ന് കേട്ടപ്പോഴോ ഇവർ ആകെ ഷോക്കാവും. കാരണം 1% ഒക്കെ കൊണ്ട് അങ്ങോട്ട് തന്നെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ, അത് വേണ്ടെന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ ഇവൾ പറയും, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു റൂംമേറ്റ് ഉണ്ടെന്ന്, അത് ഇവനാണെന്നൊക്കെ പറയുന്നു. അത് കേട്ട് ഇവർ അതിലേറെ ഷോക്കാകും. എന്നിട്ട് അവരുടെ കഫേ നഷ്ടത്തിലാണ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ കൺവിൻസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഫോൺ വെക്കും. അതിൽ ഇവർ രണ്ടുപേരും മാത്രമായി. അതിൽ ഇവൾ പറയും, നീ കേട്ടോ 1% ഡിസ്കൗണ്ട് ആണത്രേ, അതൊക്കെ ഒരു ഡിസ്കൗണ്ട് ആണോ അതിൽ? എന്നാൽ ഇവൻ്റെ മനസ്സിൽ ഇവളുടെ റൂംമേറ്റ് ഞാനായിരിക്കുന്നല്ലോ, അതാണ് ആക്ച്വലി ഇവൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം. ഇവൻക്ക് പണ്ട് തൊട്ടേ ഇഫാനോട് ഒരു ക്രഷ് ഉണ്ട്. അത് അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പറ്റേ പോകുമോ എന്ന് പേടിച്ചിട്ട് അവളെയും ഇങ്ങനെ സ്നേഹിച്ച് ഇങ്ങനെ നടക്കലായിരുന്നു ഇവൻ്റെ പണി. എന്നാൽ ഈ പ്രാവശ്യം അവൻ എന്തായാലും അത് പറയണം. പിന്നെ മാത്രമല്ല ഇപ്പോഴാണ് അവനക്കൊരു ജോലിയും കാര്യങ്ങളും എല്ലാം സെറ്റായി എന്തുകൊണ്ടും അവളെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജിലെത്തിയത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വന്ന ഇവന് ഇവളുടെ റൂംമേറ്റ് ഞാനാണെന്ന് അറിഞ്ഞതോടുകൂടി അവൻ്റെ സമാധാനം മുഴുവൻ പോയി. ഇനി ആ പറഞ്ഞ അവരുടെ ഗെറ്റ് ടുഗദറിന് പറഞ്ഞ ആ ഒരു ദിവസം എത്തി. ഇന്ന് തേഴ്സ്ഡേ, ഇന്നാണ് ഇഫാന് അവളുടെ ജോലിയിൽ ഓഫ് ഡേ. അങ്ങനെ ഇവള് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കണം. സാധനങ്ങളും അവളുടെ ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോഴെല്ലാം ഇവിടെ അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനും അവൻ്റെ ജോലിക്ക് പോകുന്നില്ല, കഫേയിലോട്ട് പോകുന്നില്ല. അതെല്ലാം ഇവിടെ ഇഫാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലോട്ടാണ് ഇഫാന് അവർ കോൾ വരുന്നത്. അതായത് അവരെല്ലാം റെഡിയായി ഇവിടെ താഴെ എത്തിയിട്ടുണ്ട്. ഇനി അവളോട് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അവളും ഇതാ ഇറങ്ങുന്നു, എൻ്റെ ജോലി ഇപ്പം കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം വെക്കും. എന്നിട്ട് ഞാനോട് പറയും, നീ ഞങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ലേ, രാത്രി 8 മണിക്ക് ഞങ്ങൾ എത്തും, അതുവരെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവന് ഭയങ്കര ഗൗരവം കൊണ്ട് ഞാൻ നോക്കാം, കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ ഭയങ്കര ജാടയിട്ട് പറഞ്ഞുകൊണ്ട് നേരെ റൂമിലോട്ട് കയറി വാതിൽ അങ്ങോട്ട് അടക്കും. അത് കണ്ട് ഇഫാനും അവന് ബുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ ഒരു സമയത്തുള്ള ആളല്ലേ ഇപ്പോൾ ഭയങ്കര ജാട. എന്തായാലും അവൾ വേഗം റെഡിയായി, അവൾ ഷൂ ഒക്കെ ഇട്ട് ഓടുകയാണ്. എന്നാൽ ഇവനും ആ ഒരു സമയം കൊണ്ട് ഇവനും ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ലിഫ്റ്റിൽ എത്തിയപ്പോൾ ദേ നിൽക്കുന്നു ഞാനും ഒപ്പം. അതിൽ ഇവൾ ഞെട്ടിയിട്ട്, നീ ഇപ്പോഴേക്ക് ഡ്രസ്സൊക്കെ മാറിയോ, നീ എങ്ങോട്ടെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിൽ അവനൊന്നും മിണ്ടാതെ ഗൗരവത്തോടു കൂടി തന്നെ ലിഫ്റ്റിലോട്ട് കയറും. അതിൽ പിന്നെ കാറ് ഇവൻ്റെത് പാർക്കിംഗ് ഫ്ലോറിലാണല്ലോ, അപ്പോൾ അങ്ങോട്ട് ഇവൾ തന്നെ ബട്ടൺ നെക്കിയിട്ട് ഇവൾ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ, ഇവർ വന്നിറങ്ങുന്ന ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അപ്പോൾ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനാണ്. അങ്ങനെ ഈ ഗ്രൗണ്ട് ഫ്ലോർ എത്തി ഇവൻ താഴോട്ട് പോകുമെന്ന് വിചാരിച്ചിരുന്ന ഇഫാനെയും തട്ടിക്കൊണ്ട് ഇവനും ഗ്രൗണ്ട് ഫ്ലോറിൽ നേരെ അങ്ങോട്ട് ഇറങ്ങുന്നു. എന്നാൽ ആക്ച്വലി ഇവന് ഹോനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടാകും. ഹോനോട് ഇവൻ നമുക്ക് പുറത്ത് പോകാമെന്നും പറഞ്ഞ് തൻ്റെ കാറും എടുത്തുകൊണ്ട് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഹോനെ രാവിലെ തന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഇവർ ഒരു എല്ലാവരും കൂടി ഇങ്ങനെ കണ്ടുമുട്ടുകയാണ്. ഇവിടെ എല്ലാം ഞാൻ്റെ പ്ലാൻ ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ ആക്സിഡൻ്റലി കണ്ട പോലെ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ ഹോന് ഇവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ ഇയാളെ കണ്ടപ്പോൾ ചോദിക്കും, നിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന്. അതിൽ അവന് പെട്ടെന്ന് പറയും, എൻ്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, ഒരുപാട് കാലമായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചരിത്രങ്ങളൊക്കെ പറയാണ്. അതിൻ്റെ ഇടയിൽ ഹോൻ ഹാനോട് പറയും, നിൻ്റെ കാർ ഇവിടെ, നീ അതിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ എന്നെ കാർ എടുക്കാൻ സമ്മതിക്കാതെ ബസ്സിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചീത്ത പറയാൻ തുടങ്ങിയാണ്. അതിൻ്റെ ഇടയിൽ ഇവർ ചോദിക്കും ഈ ഹോനും ഞാനും അവരുടെ പ്ലാൻ എന്താണെന്ന്. അതിലവർ പറയും, ഞങ്ങൾ ചുമ്മാ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ, നിങ്ങൾക്ക് ആക്ച്വലി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാകും അല്ലേ, അപ്പോൾ നിങ്ങളുടെ പ്ലാൻ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരോട് പോകാൻ വേണ്ടിയിട്ട് ഹോന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയും, ആക്ച്വലി നിങ്ങൾ ഗെറ്റ് ടുഗദറിനല്ലേ,
ഞങ്ങളും നിങ്ങളുടെ പഴയ ഫ്രണ്ട്സ് തന്നെയല്ലേ, അപ്പം നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി ആക്കിക്കൂടെ എന്ന് പറയുന്നു. ആക്ച്വലി ഞാൻ ഇവരുടെ കൂടെ കൂടണം, അതിനു വേണ്ടിയിട്ടുള്ള ഇൻഡയറക്റ്റ് കളികളായിരുന്നു ഇതെല്ലാം എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞല്ലോ. എന്നാൽ ഇത് കേട്ട ഇഫാൻ്റെ ഫ്രണ്ടിന് ഇവരിങ്ങനെ കൂട്ടുന്നതുകൊണ്ട് ഇവരുടെ ഒരു പ്രൈവസി പോകുമല്ലോ, അതിനോട് വലിയ താല്പര്യമില്ലാതെ ഇങ്ങനെ അത് വേണ്ട എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് പറയും, അപ്പോൾ ഓക്കെ ശരി, എന്നാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നമുക്ക് ഗെറ്റ് ടുഗദർ പരിപാടിയിലോട്ട് പോകാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കാർ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് കാറിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ഹോന് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ഇതെല്ലാം ആരുടെ ബുദ്ധിയാണെന്ന്. 7 വർഷമായിട്ട് നിനക്ക് ഒരു ഫ്രണ്ടും വേണ്ട, എല്ലാവരെയും അവോയ്ഡ് ചെയ്ത് നടന്നിരുന്ന നീ പെട്ടെന്ന് ഫ്രണ്ട്സിനെയും ഗെറ്റ് ടുഗദറിനെയും ഒക്കെ അറേഞ്ച് ചെയ്യുന്നു. ഓഹോ നിൻ്റെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഇങ്ങനെ ആക്കി സംസാരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഫ്രണ്ട് ഇവിടെ ഇഫാനെ ഫ്രണ്ട് സീറ്റ് പ്രിഫർ ചെയ്യുമ്പോൾ ഞാനത് കണ്ട് രസിക്കാതെ നേരെ ആ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് പറയും, എനിക്ക് ബാക്കിൽ തിങ്ങിയിരിക്കാൻ വയ്യ, എനിക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുൻ സീറ്റ് തന്നെ അവൻ എടുക്കുന്നു. പിന്നെ വേറെ നിവൃത്തിയില്ലാതെ ബാക്കി എല്ലാവരും ബാക്കിൽ ഇരിക്കും. ഈ ഫ്രണ്ടിന് തീരെ അങ്ങോട്ട് രസിക്കുന്നില്ല ഇവൻ്റെ ഈ ഒരു അധികാരം കാണിക്കലൊക്കെ. അങ്ങനെ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന് അവൻ്റെ ആ ഒരു മിറർ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഇഫാനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പെട്ടെന്ന് മനസ്സിലായിട്ട് ഞാൻ അവൻ്റെ മുഖത്തോട്ട് അതങ്ങോട്ട് തിരിച്ചു വെക്കും. അതിൽ ഈ ഫ്രണ്ട് പറയുന്നുണ്ട് എനിക്ക് കാണുന്നില്ല റോട്ടിലോട്ടെന്ന്. അത് ഞാൻ പറയും നീ റോട്ടിലോട്ട് തന്നെ നോക്കിയാൽ എന്തായാലും എനിക്ക് കാണാതിരിക്കില്ല എന്ന്. അങ്ങനെ ഒരു ചെറിയൊരു ആർഗ്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ശേഷം ഇവൻ ചോദിക്കും ഈ ഫ്രണ്ടിനോട് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന്. എന്നാൽ ഇഫാനെ ഒന്ന് നോക്കിയിട്ട് പറയും ഇല്ല എന്ന് പറയുന്നു. അത് കേട്ടതോടുകൂടി ഞാൻ ചെറിയൊരു അസൂയ വരും, ഒരു ചാൻസ് അവിടെ ഉണ്ടല്ലോ. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങുമ്പോൾ ഇവിടെ ഹോന് പെട്ടെന്ന് ഒരു പഴയ കഥ പറയുകയാണ്. ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ 3 പേരും പണ്ടത്തെ ലവ് ട്രയാങ്കിൾ ആണെന്ന്. അങ്ങനെ ഒരു വലിയ റൂമർ നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് 2 പേർക്കും ഇവിടെ ഇഫാനെ ഇഷ്ടമായിരുന്നു എന്ന്. നിനക്കൊരു കാര്യം അറിയോ, അതിനു വേണ്ടിയിട്ട് ഇവന് എത്ര പേരെ ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയോ എന്ന് പറയുന്നു. അത് കേട്ടതും ഇഫാന് ഒരു പഴയ കാര്യം ആലോചിക്കുകയാണ്. ആക്ച്വലി ഇഫാനും ആ ഒരു റൂമർ കേട്ടിട്ടുണ്ട്. ഇവൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഇവളുണ്ടെന്നറിയാതെ ഒരുപാട് പേര് ഇവളെ പറ്റിയിട്ട്, അതായത് 2 ചുള്ളം പയ്യന്മാരാണ് ഇവളുടെ പിന്നാലെ, ഇവൾക്ക് എന്തോ ഒരു കഴിവുണ്ട് അവരെ വശീകരിക്കാൻ എന്നൊക്കെ ഇങ്ങനെയുള്ള ഇവളെ പറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സംസാരങ്ങൾ ഇവൾ തന്നെ കേട്ടിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഇവൾ അത് കേട്ടാലും അതൊന്നും തിരുത്താൻ നിൽക്കാതെ അങ്ങനെ നടക്കാറുണ്ട്. ഇനി ക്ലാസ്സിലെത്തിയപ്പോഴോ അപ്പോഴും ഇവളെ പറ്റി പറയുകയാണ്. ഇവളടുത്ത് എന്ത് മരുന്നാണാവോ അവരേക്ക് ഇങ്ങനെ വശീകരിക്കാൻ, കുറച്ച് ഭംഗിയുള്ളവരെല്ലാവരും ഇവളുടെ പിന്നാലെയാണ് എന്ന് പറയുമ്പോൾ ഇവൾ കേൾക്കാതെ, ഇവൾ കേട്ട പോലെ നടിക്കാതെ നേരെ അവളുടെ സീറ്റിലിരിക്കുമ്പോഴാണ് പിന്നാലെ വന്ന ഇവനെ അങ്ങോട്ട് തല്ലിക്കൊണ്ട് നേരെ ഇവളുടെ ഡെസ്കിലോട്ട് വന്ന് അങ്ങോട്ട് ഇടുന്നു. മുന്നിലിരുന്ന ഹോന് വരെ ഞെട്ടിത്തരിച്ചു പോയി. എന്നിട്ട് ഇവനോട് സോറി പറയാൻ പറയുമ്പോൾ ഇഫാന് എന്താണെന്ന് പോലും അറിയാതെ ഇഫാന് സോറി പറയുകയാണ്. അത് കേട്ട് ഞാനൊന്ന് ഞെട്ടിയിട്ട് നിന്നോടല്ല ഇവനാണ് സോറി പറയേണ്ടത്, നിന്നെപ്പറ്റി ഇങ്ങനെ ഇല്ലാത്തത് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കണ്ട, നിനക്ക് പ്രതികരിക്കാനുള്ളത് പ്രതികരിക്കാം പിന്നെ. എന്നിട്ട് ഇവനോട് ഭയങ്കര രീതിയിൽ സോറി പറയാൻ വേണ്ടി പറയുന്നു. എന്നാൽ ഇവൻ ആദ്യം എതിർത്തെങ്കിലും വേദന സഹിക്കാൻ പറ്റാതെ അവന് സോറി പറയും. ശേഷം അവന് പോകുന്നതിൻ്റെ ഇടയിൽ അവനോട് പറയും നീ എന്നോട് സോറി പറയണമെന്ന്. അവൻ ആ ഒരു വേദനയോടെ സോറി പറഞ്ഞെങ്കിലും പിന്നെ അവനൊന്ന് ഞെട്ടിയിട്ട് അല്ല ഞാൻ എന്തിനാ നിന്നോട് സോറി പറയുന്നത്. അതിലിവൻ പറയും നീ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്നെയും കൂടെ പറ്റിയിട്ട്. എന്തായാലും അവന് അതൊക്കെ കേട്ട് അവൻ ഇങ്ങനെ ഓക്കെ എന്ന സോറി എന്ന രീതിയിൽ സോറിയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതൊക്കെ കേട്ട ഇഫാന് അവനെ നോക്കി ഒന്നിങ്ങനെ ചിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഒരു രംഗം എല്ലാം ഓർത്തുകൊണ്ടാണ് ഇവരിങ്ങനെ കാറിൽ ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഞാനോട് ചോദിക്കുകയാണ്, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നിനക്ക് ശരിക്കും അറിയാമായിരുന്നോ നീ ഇപ്പോൾ താമസിക്കുന്ന നിൻ്റെ വീട്ടിലെ നിൻ്റെ റൂംമേറ്റ് ഇഫാൻ ആണെന്ന് എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഞാൻ ഇവളെ മിററിലൂടെ ഒന്ന് നോക്കിയിട്ട് പറയും, ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് പറയും, അതെ എനിക്കറിയായിരുന്നു, അവളാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ റൂമിൽ താമസിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചത് എന്ന് ഒന്ന് നോക്കിയിട്ട് പറയുന്നു. അത് കേട്ട് ഇഫാൻ ഒന്ന് ഞെട്ടുന്നു. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇവരുടെ കൂടുതലായിട്ടുള്ള ആ ഒരു കാര്യങ്ങളും ആ ഒരു കണക്ഷൻസും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.